മെൻസ്ട്രൽ കപ്പ് പലരും പേടി കാരണം യൂസ് ചെയ്യാൻ മടിക്കുന്ന ഒന്നാണ്. പീരിയഡ്സ് വളരെ ഈസി ആക്കാനും പല ഇറിറ്റേഷൻസ് ഒഴിവാക്കാനും ഈ ഒരു മെൻസ്ട്രൽ കപ്പിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്ന മിക്കവരിലും ഉണ്ടാകുന്ന ചില ഡൗട്ടുകളാണ്: യൂട്രസ് ഇറങ്ങി വരുമോ, യൂട്രൈൻ പ്രൊലാപ്സ് പോലത്തെ കണ്ടീഷൻസ് വരുമോ, വെർജിനിറ്റി ഇത് ബാധിക്കുമോ, അങ്ങനെ ഒട്ടേറെ ഡൗട്ടുകളാണ് ഈ ഒരു മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നത് മൂലം മിക്കവർക്കും ഉണ്ടാകുന്നത്. മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യേണ്ട ശരിയായ രീതിയും അതിന്റെ ബെനിഫിറ്റ്സുകളും എങ്ങനെയാണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെൻസ്ട്രൽ കപ്പിന്റെ സൈസ് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുവാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അഞ്ജലി. ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാഡ് യൂസ് ചെയ്യുന്ന സമയത്ത് മിക്കവർക്കും ഇറിറ്റേഷൻസും, ചർമ്മത്തിന് ഉണ്ടാവുന്ന ഇറിറ്റേഷൻസും, ചൊറിച്ചിലും അങ്ങനെ പല പ്രോബ്ലംസും വരാറുണ്ട്. പിന്നെ അത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. നമ്മളൊരു 4 hours അല്ലെങ്കിൽ 6 hours കൂടുമ്പോൾ നമുക്ക് ഈ ഒരു പാഡ് നമ്മൾ അല്ലെങ്കിൽ ടാമ്പോൺസ് ആണെങ്കിൽ അത് നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ട ആവശ്യകത വരും. ചിലത് ക്ലോത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യകത വരും. അതുപോലെ തന്നെ നമുക്ക് ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് നമുക്ക് ഇങ്ങനത്തെ പാഡ്സും ടാമ്പോൺസും അല്ലെങ്കിൽ ക്ലോത്ത്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരാറുണ്ട്. ഹെവി ബ്ലീഡിംഗ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യകതയും ഒക്കെ നമുക്ക് ഇതിൽ വരുന്നതാണ്. ലീക്കേജിന്റെ പ്രോബ്ലംസും നമുക്ക് ചില സമയത്ത് ഫുൾ ലീക്കേജ് ആവാനുള്ള ചാൻസസും ഇതിൽ കണ്ടുവരാറുണ്ട്. നമ്മൾ ഈ ഒരു മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പീരിയഡ്സിനുള്ള പ്രോബ്ലംസ് വളരെ ഈസി ആക്കാൻ നമ്മൾ സഹായിക്കുന്ന ഒന്നാണ് നമുക്ക് ഈ ഒരു മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പാഡിൽ സ്വിച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ പാഡ്, ക്ലോത്ത് അല്ലെങ്കിൽ ടാമ്പോൺസ് സ്വിച്ച് ചെയ്തിട്ട് മെൻസ്ട്രൽ കപ്പിലേക്ക് മാറുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ളതും വളരെ നമ്മുടെ പീരിയഡ്സ് വളരെ കംഫർട്ടബിൾ ആക്കാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മൾ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു തവണ നമ്മൾ ഈ ഒരു കപ്പ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 200 to 500 ആ ഒരു റേഞ്ചിലാണ് ഇതിന്റെ ഒരു എമൗണ്ട് വരുന്നത്. അതിൽ കൂടുതൽ റേറ്റ് ഉള്ളതുകൊണ്ട് ഒരു തവണ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു 4-5 years വരെ നല്ല രീതിയിൽ യൂസ് ചെയ്ത് നമുക്കാകാം. ചില മെൻസ്ട്രൽ കപ്പൊക്കെ നമുക്ക് 10 years വരെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു തവണ വാങ്ങിച്ച് നമുക്ക് ഇത്രത്തോളം വർഷം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ മറ്റ് പാഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എല്ലാ മാസവും നമുക്ക് അതിനൊരു ചിലവ് നമുക്ക് കൂടുതലായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലൊരു പ്രാവശ്യം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും നമുക്ക് എമൗണ്ട് നമുക്ക് ലാഭിക്കാനും സാധിക്കും. ഒട്ടേറെ നമുക്ക് ബെനിഫിറ്റ്സുകൾ നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. സോ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് നമുക്ക് പല ഇറിറ്റേഷൻസും, സ്കിൻ അലർജി ആണെങ്കിലും ചൊറിച്ചിലാണെങ്കിലും ഒക്കെ നമുക്ക് താരതമ്യേന വളരെ കുറവായിരിക്കും നമുക്ക് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ നമുക്ക് ലീക്കേജിന്റെ പ്രോബ്ലംസും വളരെയധികം കുറവായിരിക്കും. നമ്മൾ ഒരു തവണ നമ്മളത് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 10 to 12 hours വരെ നമുക്ക് വെക്കാവുന്നതാണ്. ഹെവി ബ്ലീഡിംഗ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു 6 hours മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ നമുക്കൊരു 10 to 12 hours മാത്രം നമ്മൾ ചേഞ്ച് ചെയ്താൽ മതിയായിരിക്കും. പിന്നെ നമുക്ക് എന്തെങ്കിലും ബ്ലീഡിങ്ങിന് എന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ ഉണ്ടോ, നമുക്ക് അതിൽ ആ ഒരു മെൻസ്ട്രൽ കപ്പിൽ എത്ര ml ബ്ലീഡിങ് നമുക്ക് ഡെയിലി ഇത്ര അവറിൽ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുമൂലം നമുക്ക് എന്തെങ്കിലും ഹെവി ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ ബ്ലീഡിങ് വളരെ കുറവാണെങ്കിലും എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് ആ ഒരു ബ്ലീഡിങ്ങിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡോക്ടറോട് നമുക്ക് പറയാനും സാധിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ നമുക്ക് പീരിയഡ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു പ്രോബ്ലംസ് ആണ് എവിടെയെങ്കിലും യാത്ര ചെയ്യാൻ പോകാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പോർട്സോ അല്ലെങ്കിൽ ഡാൻസിങ് അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ വളരെയധികം മടിയായിരിക്കും. കാരണം ഈ ഒരു ബ്ലീഡിങ്ങും നനവും കാരണം അങ്ങനത്തെ ആക്ടിവിറ്റീസിന് ഫീമെയിൽസ് കൂടുതലായിട്ട് നമ്മൾ പുറകോട്ട് പോകാറുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡാൻസ് ചെയ്യാനും അല്ലെങ്കിൽ നീന്താനും അല്ലെങ്കിൽ സ്പോർട്സ് ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടാനും നമുക്ക് യാതൊരു തര പ്രോബ്ലംസും ഉണ്ടാവില്ല. നമുക്ക് രാത്രി സമയങ്ങളിലൊക്കെ കിടക്കുന്ന സമയത്ത് പാഡ് ആവുമ്പോൾ ചില സമയത്ത് നമുക്ക് രാത്രി എണീറ്റ് ചേഞ്ച് ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെ വരും. ഓക്കെ, സോ ഈ ഒരു മെൻസ്ട്രൽ കപ്പ് നമുക്ക് 12 hours വരെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് രാത്രിയിൽ ഒരു തവണ നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് രാവിലെ നമ്മൾ ചേഞ്ച് ചെയ്താലും മതി. അപ്പൊ നമുക്ക് ലീക്കേജിന്റെ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അത്ര നമുക്ക് പീരിയഡ്സ് ഈസി ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത്. മെൻസ്ട്രൽ കപ്പ് പല സൈസിലും വരുന്നുണ്ട്. സോ ഇതിപ്പം മീഡിയം സൈസ് ആണ്. സ്മോൾ സൈസും ഉണ്ട്, മീഡിയം ഉണ്ട്, ലാർജും ഉണ്ട്. സ്മോൾ സൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് 16 മുതൽ 18 വയസ്സിന് മുകളിലുള്ള കുട്ടികളിലാണ് അത് യൂസ് ചെയ്യുന്നത്. ബ്ലീഡിങ് വളരെ കുറവുള്ളതും സെക്ച്വലി ആക്റ്റീവ് അല്ലാത്ത കുട്ടികളുമാണ് സ്മോൾ സൈസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മീഡിയം സൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് 25 വയസ്സിന് മുകളിലുള്ള കല്യാണം കഴിച്ച സെക്ച്വലി ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾക്ക് നമുക്ക് മീഡിയം സൈസ് യൂസ് ചെയ്യാവുന്നതാണ്.
അത്യാവശ്യം ബ്ലീഡിംഗ് ഒക്കെ ഉള്ളവർക്ക്. പിന്നെ ചിലർക്ക് വേണമെങ്കിൽ ഡെലിവറി കഴിഞ്ഞവർക്കും വേണമെങ്കിൽ അധികം ബ്ലീഡിംഗ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു മീഡിയം സൈസ് യൂസ് ചെയ്താൽ മതിയാകും. പിന്നെ ലാർജ് സൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് 30 വയസ്സിന് മുകളിലുള്ളവരാണ് ലാർജ് സൈസ് യൂസ് ചെയ്യുന്നത്. സോ അവർക്ക് ബ്ലീഡിംഗ് വളരെ കൂടുതലായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞവർക്കാണ് യൂഷ്വലി നമ്മൾ ലാർജ് സൈസ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. സോ ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു രീതിയിലാണ്. ഇവിടെ ഒരു സ്റ്റെം പോലത്തെ ഇതുണ്ട്. ഇതിലാണ് നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ഒരു പോർഷനിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട്. ഇത് നമ്മൾ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോൾസ് ഉണ്ടാവുന്നത്. സോ ഇത് നമ്മൾ ഇൻസർട്ട് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഫസ്റ്റ് നമ്മുടെ കൈ നല്ല രീതിയിൽ സോപ്പ് ഇട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്തതിന് ശേഷം സാനിറ്റൈസ് ചെയ്തിട്ടുള്ള മെൻസ്ട്രുവൽ കപ്പ് നമ്മൾ എടുക്കാം. നമുക്ക് മെൻസ്ട്രുവൽ കപ്പ് വാഷ് കിട്ടും. അതിൽ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ ഈ ഫോൾഡും ഇവിടുത്തെ ഈ ഭാഗങ്ങളും ഹോൾസും ഒക്കെ നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക. ഉള്ളിൽ നന്നായിട്ട് മെൻസ്ട്രുവൽ കപ്പ് വാഷ് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ നല്ല ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ എടുത്തിട്ട് നല്ല ചൂടുവെള്ളത്തിൽ എടുത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ കൈകളും വൃത്തിയായിരിക്കണം. സോ എന്നിട്ട് നമുക്ക് പല രീതിയിൽ നമുക്ക് ഇത് ഇൻസർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. കോമൺ ആയിട്ട് കണ്ടുവരുന്നത് സി ഫോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫോൾഡാണ്. നമ്മൾ ഇങ്ങനെ ഈ ഒരു ടൈപ്പിലിരിക്കും സി ഫോൾഡ്. മറ്റൊരു ഫോൾഡാണ് നമ്മൾ പഞ്ച് ഡൗൺ മെത്തേഡ് ആണിത്. സോ ഇതിൽ നമ്മൾ ഇങ്ങനെ പഞ്ച് ചെയ്തിട്ട് ഈ ഒരു മെത്തേഡിൽ നമുക്കിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് ഇതായിരിക്കും കുറച്ചുകൂടി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇൻസേർട്ട് ആവാനുള്ള പെയിൻ വളരെ കുറവായിട്ടുള്ളതും ഈസി ആയിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു രീതിയിലാണ്. വേറെ പല ഫോൾഡുകളുണ്ട്. യൂഷ്വലി ഇതായിരിക്കും കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് ടൈം ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ആദ്യമൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാകും. ചെറിയൊരു ഡിസ്കംഫോർട്ട്, മൈൽഡ് ആയിട്ടുള്ള ഒരു പെയിൻ ഉണ്ടാവും. വളരെ സിവിയർ ആയിട്ടൊന്നും പെയിൻ ഒന്നും ഉണ്ടാവില്ല. ചെറിയൊരു നേരത്തെ ഒരു പെയിൻ ഉണ്ടാവും. നല്ല പെയിൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ ലൂബ്രിക്കേഷൻസ് യൂസ് ചെയ്യാം. നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് പീരിയഡ്സിനായിട്ട് കുറച്ച് ദിവസം മുന്നേ നമ്മൾ ഇതേപോലെ കൈയൊക്കെ വൃത്തിയാക്കി ഇതും സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്ക് പീരിയഡ്സ് ആകുമ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് ഇൻസേർട്ട് ചെയ്യാൻ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നമ്മൾ ഇരിക്കുക. ടോയ്ലറ്റ് സീറ്റിൽ ഇരുന്നാലും മതി. സോ അതിനുശേഷം നമ്മൾ ഇപ്പൊ യൂറിൻ പാസ് ചെയ്യാനുള്ള ടെൻഡൻസിന് യൂറിൻ പാസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ റിലാക്സ് ആയിട്ട് ഇരുന്നതിന് ശേഷം നമ്മൾ കുറച്ച് നേരം നല്ല ഡീപ്പായിട്ട് ബ്രെത്ത് എടുക്കുക. കാരണം കുറച്ച് ആദ്യമൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് പേടിയുണ്ടാവും. സോ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു ശ്വാസം ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറയുന്നത്. ഒന്ന് ഡീപ്പായിട്ടൊന്ന് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്ത് റിലാക്സ് ആവുന്നതാണ്. സോ ആ സമയത്ത് നമ്മൾ പതുക്കെ നമ്മളിത് നമ്മുടെ വജനയിലേക്ക് ഉള്ളിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, സോ ഇൻസേർട്ട് ചെയ്യുന്നതിന് ശേഷം നമ്മൾ പതുക്കെ വിടുന്ന സമയത്ത് ജസ്റ്റ് ഇതിങ്ങനെ ഓപ്പൺ അപ്പ് ആവും. ഓക്കെ, സോ ഓപ്പൺ അപ്പ് ആയിട്ട് നമ്മുടെയൊക്കെ ഈ ഒരു ഭാഗം നമ്മുടെ വജനയുടെ ഉള്ളിലൂടെ സെർവിക്സിലേക്ക് പോയിട്ട് സെർവിക്സിന്റെ ഉള്ളിലാണ് ഇതിരിക്കുന്നത്. ഈ ഭാഗം നമുക്ക് നമ്മുടെ താഴെ നമുക്ക് വജനയുടെ ആ ഒരു ഓപ്പണിങ്ങിന്റെ ഭാഗത്തായിട്ട് നമുക്കിത് കിട്ടുന്നതാണ്. ഓക്കെ, സോ അങ്ങനെ അത് ഇരുന്ന് കഴിയുമ്പോൾ നമ്മളിത് ഓപ്പൺ അപ്പ് ആവുന്നുണ്ടെന്ന് കറക്റ്റ് ആയിട്ട് ഇത് ഓപ്പൺ ആയിട്ടുണ്ട് നമ്മൾ ഉറപ്പ് വരുത്തുന്നത്. ജസ്റ്റ് ഒരു സൗണ്ട് നമുക്ക് കേൾക്കുന്നതാണ്. ഈ ഒരു സൗണ്ട് നമുക്ക് കേൾക്കുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് ആയിട്ട് ഇത് ഓപ്പൺ ആയെന്നാണ് അതിനർത്ഥം. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 10 hours 12 hours ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് റിമൂവ് ചെയ്യാവുന്നതാണ്. റിമൂവ് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മുടെ കൈ നന്നായിട്ട് വാഷ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഇതിൽ വെച്ചിട്ട് നമ്മൾ പതുക്കെ നമ്മൾ പുറത്താഴേക്ക് വലിക്കുക. അപ്പോൾ ഈ ഒരു ഭാഗം കുറച്ച് പുറത്തേക്ക് വരുന്ന സമയത്ത് ജസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് പഞ്ച് ചെയ്യുക. പഞ്ച് ചെയ്തതിന് സമയത്ത് നമ്മൾ അങ്ങനെ വലിക്കുമ്പോൾ നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ നമുക്കിത് പുറത്തേക്ക് നമുക്ക് വരുന്നതാണ്. എന്നിട്ട് അത് നമുക്ക് ക്ലോസറ്റിൽ കളഞ്ഞിട്ട് ബ്ലഡ് കളഞ്ഞതിന് ശേഷം പിന്നെയും നമ്മൾ ക്ലീൻ ചെയ്തിട്ട് നന്നായിട്ട് മെൻസ്ട്രുവൽ കപ്പ് വാഷ് യൂസ് ചെയ്തതിന് ശേഷം ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെയും നമുക്ക് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. 1-2 പീരിയഡ്സിലൊക്കെ നമ്മളത് യൂസ് ചെയ്യുമ്പോൾ ചെറിയൊരു ഡിസ്കംഫോർട്ട് ഉണ്ടാവും. പിന്നെ യൂസ്ഡ് ആയി കഴിയുമ്പോൾ നമുക്ക് വളരെ ഈസിയാണ്, വളരെ കംഫർട്ടബിൾ ആണ്. പിന്നെ ആദ്യമൊക്കെ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ലീക്കേജിന് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പാൻറ്റി ലൈനേഴ്സ് കിട്ടുന്നതാണ്. സോ അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് നമ്മൾ ഫസ്റ്റ് ടൈം ഒക്കെ യൂസ് ചെയ്യുമ്പോൾ പേടിയുള്ളവരാണെങ്കിൽ വേണമെങ്കിൽ യാത്രയൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ വേണമെങ്കിൽ ഒരു ചെറിയ പാഡ് നമുക്ക് യൂസ് ചെയ്യാം. ഫസ്റ്റ് ടൈം ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് മാത്രമേ അതിന്റെ ആവശ്യമുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. ഇനി പ്രധാനമായിട്ടും എല്ലാവർക്കും കണ്ടുവരുന്ന ഒരു ഡൗട്ടാണ് നമുക്ക് ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്രസിന്റെ ഉള്ളിലേക്ക് ഇത് ഇറങ്ങിപ്പോകും. സോ ഇത് നമ്മൾ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ സെർവിക്സിന്റെ ഉള്ളിലാണ് ഇത് ടൈറ്റ് ആയിട്ട് അവിടെ നമ്മൾ സെർവിക്സിന്റെ ഉള്ളിൽ ഇരുന്നുള്ളൂ. നമുക്ക് ഉള്ളിലേക്ക് പോകാനുള്ള ചാൻസസ് വളരെയധികം കുറവാണ്. ഓക്കെ, പിന്നെ മറ്റൊരു ഡൗട്ടാണ് നമ്മളിത് യൂസ് ചെയ്ത് നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് നമ്മുടെ യൂട്രസ് പ്രൊലാപ്സ് ആയിട്ട് വരുമോ, യൂട്രസ് ഇറങ്ങി വരുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. സോ അത് നമുക്ക് അങ്ങനെ വരുന്ന ഒരു ചാൻസസ് വളരെയധികം കുറവാണ്.
ആണ്. നമ്മൾ എടുക്കുന്ന കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എടുത്താൽ മറ്റു പ്രോബ്ലംസ് ഒന്നും നമുക്ക് വരില്ല. സോ നമ്മൾ ഇവിടുന്ന് വലിച്ച് നമ്മൾ ഇവിടുന്ന് കുറച്ച് താഴേക്ക് വന്നിട്ട് ഈ ഒരു ഭാഗത്ത് പ്രസ് ചെയ്തിട്ട് നമ്മൾ താഴേക്ക് എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു പ്രഷർ നമുക്ക് അധികം ഉണ്ടാവാതെ വരികയും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എടുക്കാനും സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ യൂട്രൈൻ പ്രൊലാപ്സിന്റെ പ്രോബ്ലംസ് ഒന്നും നമുക്ക് അതിലൂടെ നമുക്ക് വരുവാനുള്ള ചാൻസസ് ഇല്ല. മറ്റൊരു പ്രോബ്ലമാണ് വജൈന വളരെ വലുതായി പോകുമോ എന്നുള്ളത്. വജൈനയുടെ മസിൽസ് എന്ന് പറയുന്നത് വികസിക്കുവാനും അതുപോലെ തന്നെ ചുരുങ്ങുവാനും കപ്പാസിറ്റി ഉള്ളതാണ്. സോ നമ്മളിതൊരു യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ മെൻസസ് കഴിഞ്ഞ് നമ്മളിത് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് നോർമൽ ആയിട്ട് നമ്മുടെ ബാക്ക് ടു നോർമൽ സൈസിലേക്ക് ആ മസിൽസ് വരുന്നതാണ്. കല്യാണം കഴിക്കാത്ത കുട്ടികളിൽ ഉണ്ടാവുന്ന ഒരു പേടിയാണ് കന്യാചർമ്മം, വെർജിനിറ്റി അത് ബാധിക്കുമെന്നത്. കന്യാചർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ഒരു നേർത്ത പാളിയാണ്. സോ ഇതിപ്പോ നമ്മളിപ്പോ എന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റീസോ ഡാൻസ് ചെയ്യുന്നവരോ സ്വിം ചെയ്യുന്നോ അല്ലെങ്കിൽ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുന്ന കുട്ടികളിലോ കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളിലൊക്കെ നമുക്ക് ആ കന്യാചർമ്മം അത് നഷ്ടപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. മറ്റൊരു ഡൗട്ടാണ് മൂത്ര തടസ്സം പോലെ വരുമോ, യൂറിൻ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുമോ എന്ന്. ഇത് നമ്മുടെ സെർവിക്സ് വജൈനയുടെ ഉള്ളിലാണ് നമ്മളിത് ഇൻസേർട്ട് ചെയ്തിട്ട് അവിടെയാണ് ഇരിക്കുന്നത്. യൂറിൻ പാസ് ചെയ്യാൻ യാതൊരു തര പ്രോബ്ലംസും ഇതിലൂടെ വരുന്നതല്ല. മറ്റൊരു ഡൗട്ടാണ് നമ്മൾ കോപ്പർ ടീ യൂസ് ചെയ്യുന്നവർക്ക് ഇത് യൂസ് ചെയ്യാൻ പാടുണ്ടോന്ന്. കോപ്പർ ടീ ഇൻസേർട്ട് ചെയ്തവരാകുമ്പോൾ നമ്മുടെ ഗൈനക്കോളജിസ്റ്റിനോട് ഒന്ന് ചോദിച്ചതിന് ശേഷം മാത്രം ഇത് യൂസ് ചെയ്യുക. കാരണം കോപ്പർ ടീയുടെ ത്രെഡ് നമുക്ക് വജൈനയുടെ ഉള്ളിൽ ഉണ്ടാവും. സോ ആ ഒരു സമയത്ത് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ഇൻസേർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വലിക്കുന്ന സമയത്ത് നമുക്ക് ചില സമയത്ത് അതിന്റെ പൊസിഷൻ മാറിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ടൊരു ഗൈനക്കോളജിസ്റ്റിനോട് ചോദിച്ചതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. മറ്റൊരു സംശയമാണ് നമുക്ക് ഡെലിവറിക്ക് ശേഷം നമുക്ക് എത്ര നാൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം. നമ്മളൊരു ഡെലിവറിക്ക് ശേഷം ഒരു 6 ആഴ്ച വരെ നമ്മൾ ഇതൊരിക്കലും യൂസ് ചെയ്യാൻ പാടുള്ളതല്ല. മറ്റെന്തെങ്കിലും കോംപ്ലിക്കേഷൻസോ എന്തെങ്കിലും നമ്മുടെ മുറിവൊക്കെ ഉണങ്ങാൻ വൈകിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നമ്മളിത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചുള്ള പല സംശയങ്ങളും കുറച്ച് മാറിയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ പേടിയുള്ളവര് പേടി കൂടാതെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആദ്യത്തെ ഒരു കുറച്ച് മാസങ്ങളിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പിന്നീട് നമ്മളത് പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് വളരെ കംഫർട്ടബിൾ ആണ്. സോ ഇതിനെക്കുറിച്ചുള്ള ഈ ഒരു മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചുള്ള ഒരു അറിവ് എല്ലാവർക്കും ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഹെൽത്ത് ടിപ്പുമായിട്ട് വീണ്ടും കാണാം.